ഒരു അഭംഗിയുള്ളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും അല്ലേ? എന്തെങ്കിലും വെച്ചാൽ അതങ്ങ് മറച്ചു വയ്ക്കും. അപ്പോൾ എന്നാൽ ഇതുപോലെയാണ് പലരും തമാശകളും ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാണും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന സമയത്തൊക്കെ സിനിമകളൊക്കെ കാണുമ്പോഴായിരുന്നാലും ഭയങ്കരമായിട്ട് ചിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ചിരിച്ചിട്ട് ഞാൻ തലയ്ക്കൊരു ചെറിയ വേദന പോലെ തോന്നും. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ചിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ഈ ചിരി എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത്. അതിന് ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് തന്നെ ഒറ്റ മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് ഈ സഹോദരങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പമോ ഒക്കെ അധികം തമാശകളൊക്കെ പറയുക അതൊന്നും കേട്ടിട്ടുള്ളൊരു ശീലം അധികമില്ല. അപ്പം ഞാൻ ഈ ഓർക്കുന്ന എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ ഒത്തിരി ചിരിപ്പിച്ച ഒരു സുഹൃത്തിനെ പറ്റിയാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ തമാശകൾ കേട്ടാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ നാടകത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ വശമുള്ളൊരു സംഭവമല്ല. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു കൂട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിരിക്കും എൻ്റെ ഒരു ഡയറക്ടോറിയൽ പാർട്ടിൽ വരുന്നത്. എന്നിട്ട് അതിൻ്റെ കോമഡി എലിമെൻറ്റ്സ് ആയിരുന്നു. അതിൽ ഇതെങ്ങനെ വർക്കൗട്ട് ആക്കണം, കോമഡി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു കോമഡി എന്ന് പറയുന്നത് അഭിനയിച്ചെടുക്കാൻ പറ്റത്തില്ല. അതങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇദ്ദേഹം നല്ല സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇതെങ്ങനെ കഴിയുന്നു, ഇതെങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത് ഈ ഒരു കഴിവിനെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എനിക്ക് ഒത്തിരി പഴയ കാലഘട്ടവും അദ്ദേഹത്തിനുമായിട്ടുള്ള നല്ല ഓർമ്മകൾ അതിപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്. ഞാനിപ്പോൾ ജനറലി പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾക്കും ഉണ്ടാവും നല്ല തമാശകൾ പറയും, എപ്പോഴും നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സുഹൃത്ത്. അപ്പം അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എപ്പോഴും തമാശകൾ പറയും പൊട്ടിച്ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവരൊരു മറയായിട്ട് മുന്നിൽ വെക്കുന്നതായിരിക്കാം ഈ സന്തോഷവും ചിരിപ്പിക്കലും ഒക്കെ, ആ തമാശകളും ഒക്കെ. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരുപാട് അവർ നീറുന്നുണ്ടാവും. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് മരിക്കുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ ഒരു ബ്രദറുമായിട്ട് പരിചയപ്പെട്ടു. എൻ്റെ നാട്ടിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി. എൻ്റെ ബ്രദറെന്ന് മനസ്സിലാക്കി ഉടൻ ചോദിച്ചത് ജൂഡിൻ്റെ ഫ്രണ്ടാണ് ഞാൻ, ജൂഡിനെ അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ആ സുഹൃത്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഈ ബ്രദർ എന്ന് പറയുന്ന അദ്ദേഹം കുറേ സഹായങ്ങളെന്നല്ല അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ചേട്ടന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി മുതൽ ഞാനിത് ശ്രദ്ധിക്കും. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ അവരെ നമ്മൾ വളരെ മൈക്രോ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വലിയ വലിയ നീറ്റലുകളുണ്ടാവും. ആ നീറ്റലുകളൊക്കെ ചതഞ്ഞെടുത്ത് മരുന്ന് വയ്ക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. എങ്കിലും കുറേ കൂടുതൽ അവരെ അറിയാൻ ശ്രമിക്കാം. നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നവരെ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ ആ വേദനകൾ കൂടി നമ്മളോടൊപ്പം ഷെയർ ചെയ്തെന്ന് വരും. അപ്പോൾ ഇന്നൊരു പൗർണമി ദിനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിമേഷനൊക്കെ. ചിരിയുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ടുപോയ ആ ഒരു സുഹൃത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.